ക്രൊയേഷ്യൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഡിന്നറിന് ശേഷം പതുക്കെ എയർബിഎൻബിയിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ നടന്നെത്തിയത് പ്രശസ്തമായ സാഗ്രബ് കത്തീഡ്രലിന് മുന്നിലാണ്. ക്രൊയേഷ്യയിലെ ഏറ്റവും ഉയരമേറിയ രണ്ടാമത്തെ കെട്ടിടമാണിത്. അതിമനോഹരമായ ഒരു കാത്തലിക് ഗോതിക് ദേവാലയം. പിറ്റേ ദിവസം ആരംഭിച്ചത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിലാണ്. അതിനായി അടുത്തുള്ളൊരു ബേക്കറി തന്നെ തിരഞ്ഞെടുത്തു. നിരവധി വെറൈറ്റി സാൻഡ്വിച്ചുകളാണ് അവിടുത്തെ സ്പെഷ്യൽ. ഇത് യുഗ്ലോസ്ലാവിയൻ ചരിത്രത്തിലെ പ്രശസ്തമായ ഗ്രീക്ക് ടണലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിർമ്മിക്കപ്പെട്ട ഇത് ഒരു ആക്റ്റീവ് ബോംബ് ഷെൽട്ടർ ആയിരുന്നു. 2016 മാത്രമാണ് ഇത് പെഡസ്ട്രൻസിനായി തുറന്നു നൽകിയത്. ക്രൊയേഷ്യ തീർത്തും ഒരു വാക്കബിൾ സിറ്റിയാണ്. നടന്നുകൊണ്ട് പലയിടത്തും ആസ്വദിച്ച് പോകാം. സുവനീറിനായി ഈ ഷോപ്പിൽ എത്തിച്ചേർന്നു. ലൂക്ക മോഡ്രിച്ച് കളിക്കുന്ന ക്രൊയേഷ്യൻ നാഷണൽ ടീമിൻ്റെ ജേഴ്സികളാണിവ. കീ ചെയിൻസ്, ഷോൾസ്, പിന്നെ ബോട്ടിൽ ഓപ്പണേഴ്സ്, അങ്ങനെ അനവധി സുവനീറുകൾ. ഈ കാണുന്ന ഓൾഡ് സിറ്റി ഹാളിൽ എൻഗ്രേവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിക്കോള ടെസ്ലയുടെ മുഖമാണ്. സാഗ്രബ് നഗരത്തിനായി ആദ്യമായൊരു AC കറണ്ട് പവർ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് അദ്ദേഹമാണ്. സാഗ്രബ് സിറ്റിയുടെ ലാൻഡ്സ്കേപ്പ് വ്യൂ കാണലാണ് അടുത്ത ലക്ഷ്യം. മുന്നോട്ട് നടക്കുമ്പോൾ മുൻപിൽ കാണുന്നതെല്ലാം തന്നെ മനോഹരമായ സ്ട്രീറ്റ്സ് ആണ്. യൂറോപ്പിൽ വാക്കിംഗ് പലപ്പോഴും ആസ്വാദ്യകരമാകുന്നത് ഇങ്ങനെയാണ്. ക്ലീൻ സ്ട്രീറ്റ്സ്, വാക്കബിൾ സ്ട്രീറ്റ്സ്, സ്ലാവിക് ഹെറിറ്റേജ് നിലനിർത്തിക്കൊണ്ടുള്ള ബിൽഡിങ്ങുകൾ മാത്രം. സാഗ്രബ് നഗരത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് വ്യൂ ആണിത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു മോഡേൺ അപ്രോച്ചോടെ നിർമ്മിച്ചെടുത്തതാണ് ഈ കാണുന്ന ലോവർ ടൗൺ. ഹിസ്റ്റോറിക് തനിമ നഷ്ടപ്പെടാതെയാണ് ഇവിടെ പ്രീ പ്ലാൻഡായി ഈ സിറ്റിയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത്. ഇതാണ് പ്രശസ്തമായ സെൻറ്റ് മാർക്സ് ചർച്ച്. അപ്പർ ടൗൺ എന്ന് കറങ്ങിയതിനു ശേഷം തിരിച്ച് ലോവർ ടൗണിലേക്ക് തന്നെ മടങ്ങിയെത്തി. പ്രധാനമായും ട്രാമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇനി തിരിച്ച് ഇറ്റലിയിലേക്ക് മടങ്ങണം. എയർപോർട്ട് സിറ്റിയിൽ നിന്നും വളരെ അകലെയായതിനാൽ ഞങ്ങൾ ഒരു ക്യാബ് എടുത്തു. മനോഹരമായ ഈ കൺട്രി സൈഡിലൂടെ ഏതാണ്ട് 1 മണിക്കൂറോളം യാത്ര തുടർന്നു. സാഗ്രബ് നഗരത്തോട് ബായ് പറഞ്ഞ് പതുക്കെ മടക്കം.